ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്, ഒരു വെറൈറ്റി അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ 2 അത്യാവശ്യം വലിയ മാങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 9ഓളം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അച്ചാറിന് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത്യാവശ്യം 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കറിവേപ്പിലയാണ്. കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഗ്യാസ് സ്റ്റൗവിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്കൊരു 3/4 ടീസ്പൂണോളം കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത് നമ്മൾ അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തത് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിലുള്ള വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ ആവശ്യത്തിനുള്ള വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 2 ടീസ്പൂണോളം ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും പൊടിച്ചതാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിന്നത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അച്ചാർ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്, ഒരു വെറൈറ്റി അച്ചാറാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.